ഭരണമാറ്റം മുതലെടുത്ത് കേരള പോലീസിൽ മൃഗബലിയും താടിയും തിരിച്ചുവരുന്നു. വയനാട് അഡീഷണൽ SP KS ഷാജിയാണ് മൃഗബലി നടത്താനായി യൂണിഫോം കോഡിന് വിരുദ്ധമായി സിവിൽ പോലീസ് ഓഫീസർക്ക് താടി വയ്ക്കാനുള്ള അനുമതി പത്രം നൽകിയത്. പെരുന്നാൾ ദിവസം മൃഗബലി നടത്തുന്നതിനായി മെയ് 19 മുതൽ 22 വരെ താടി വളർത്താനുള്ള അനുമതി ആവശ്യപ്പെട്ട് വയനാട് പോലീസ് ആസ്ഥാനത്തെ സിവിൽ പോലീസ് ഓഫീസർ P അബ്ദുൾ റൌഫ് ജില്ലാ പോലീസ് മേധാവിക്ക് അപേക്ഷ നൽകിയിരുന്നു. ഇത് അനുവദിച്ചാണ് അഡീഷണൽ SP വിവാദ ഉത്തരവ്. മതപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സേനയിലെ മുസ്ലിം ഉദ്യോഗസ്ഥർ സ്ഥിരമായി താടി വയ്ക്കാൻ അനുമതി തേടി മുൻകാലങ്ങളിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും സേനയുടെ മതേതര സ്വഭാവവും അച്ചടക്കവും മുൻനിർത്തി മുൻ സർക്കാരുകൾ ഇതുവരെ ഇത് അനുവദിച്ചിട്ടില്ല. IAPS എന്ന സംവിധാനത്തിലൂടെയാണ് പോലീസിൽ ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഇങ്ങനെ വന്ന അപേക്ഷ അഡീഷണൽ SP ഓഫീസിലെ കമ്പ്യൂട്ടർ ചുമതലയുള്ള പോലീസുകാരൻ അതേപടി എൻ്റർ ചെയ്തതാവാം മൃഗബലിയും താടിയും ഉത്തരവിൽ കടന്നുകൂടാൻ കാരണം എന്ന് പറയുന്നു. ഏതായാലും വിവാദ ഉത്തരവിറക്കിയവർക്കെതിരെ നടപടി ഉണ്ടായേക്കും. ഏതാനും വർഷം മുൻപ് PP സദാനന്ദൻ കണ്ണൂർ അഡീഷണൽ SP ആയിരിക്കെ 10 പോലീസുകാരെ വിവാഹ സെക്യൂരിറ്റി ഡ്യൂട്ടിക്കിട്ട് ഉത്തരവിറക്കിയത് വൻ വിവാദമായിരുന്നു. അന്ന് പോലീസിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനം ഉയർന്നു. പോലീസുകാർക്ക് ഇത്രയേ വിലയുള്ളോ എന്ന് ചോദിച്ചായിരുന്നു വിമർശനം. താൻ അറിയാതെ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററാണ് ഉത്തരവിറക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി സദാനന്ദൻ തടിയൂരിയെങ്കിലും കമ്പ്യൂട്ടർ ചുമതലയുണ്ടായിരുന്നയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു.